ആലപ്പുഴയിൽ ജനിതക വൈകല്യങ്ങളോടെ പിറന്നു വീണ ആ കുഞ്ഞ് അത് നമ്മുടെ മുന്നിൽ ഒരു പാഠമായി നിൽക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ പലയിടത്തും സ്കാനിംഗ് യന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാരില്ല, റേഡിയോളജിസ്റ്റിനെ നിയമിച്ചിട്ടില്ല. പദ്ധതികൾ പലതും എങ്ങും എത്തിയിട്ടുമില്ല. എവിടെയാണ് പാളിയത്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആശുപത്രികൾക്കും വേണോ ചികിത്സ? ആദ്യം തലസ്ഥാന നഗരിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. നമുക്ക് സ്കാനിംഗ് സൗകര്യമില്ലാതെ വീർപ്പുമുട്ടുകയാണ് തലസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. സ്വകാര്യ സ്കാനിംഗ് കേന്ദ്രങ്ങളാണ് ഗർഭിണികൾക്ക് ആശ്രയം. SAT ആശുപത്രി, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ സർക്കാർ ആശുപത്രികൾ, ഇവിടെയൊന്നും സ്കാനിംഗ് നടക്കുന്നില്ല. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലും സൗകര്യങ്ങളില്ല. TV പ്രസാദ് തലസ്ഥാനത്തെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വിവരിക്കും. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. തലസ്ഥാനത്ത് വിവിധ ആശുപത്രികളിലായി ഇന്നലെ മുതൽ നമ്മുടെ സംഘം നടത്തുന്ന പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആശുപത്രിയിൽ സൗകര്യമില്ല, എന്നാൽ തൊട്ടുമുന്നിലുള്ള സ്കാനിംഗ് സെന്ററുകളുടെ എണ്ണം വർഷാവർഷം കൂടി വരുന്നുമുണ്ട്, ലാബുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. തലസ്ഥാനത്തെ ഒരു പൊതു സ്ഥിതി എങ്ങനെയാണ് പ്രസാദ്? സുജാതെ, നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇതേ വിഷയം തന്നെ സംസാരിച്ചതാണ്. നമ്മൾ ഇന്നലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, SAT, അതുപോലെ നെടുമങ്ങാട്ട്, ഈ 3 സ്ഥലങ്ങളുടേതാണ് ഒന്ന് പ്രാഥമികമായി പരിശോധിച്ചതെങ്കിൽ ജില്ലയാകെ നോക്കുമ്പോൾ ഈ സ്ഥിതി വലിയ കഷ്ടമാണ് എന്നുള്ളതാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് സുജിയ ഇത് എത്രത്തോളം ദുരിതമാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഈ പറയുന്ന സ്കാനിംഗ് ചെയ്യാനുള്ളതെന്ന്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട് ഈ മേഖലയിൽ നിന്നുള്ള രോഗികൾ കൂടുതൽ ഈ തൈക്കാട് ആശുപത്രിയിലേക്ക് വരാനുള്ള കാരണം അവിടെ തന്നെ സ്കാനിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായി ഒരു സർക്കാർ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് അത് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായി രോഗികൾക്ക് കൂടുതൽ വിശ്വാസമുണ്ടാകും. കാരണം വേണ്ടത്ര ക്വാളിറ്റി ഉള്ളവരും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും മിടുക്കന്മാരുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാൽ, ഇന്നലെ നമ്മൾ നെടുമങ്ങാട്ട് പരിശോധിച്ചു, സുനിഷയാണ് അവിടെ പോയത്. നെടുമങ്ങാട്ട് അങ്ങനത്തെ ഒരു സൗകര്യമില്ല. പക്ഷേ 3 സ്കാനിങ്ങിന് വേണ്ടിയുള്ള ഒരു സൗകര്യം പ്രൈവറ്റ് ആയിട്ട് നെടുമങ്ങാട്ട് ആശുപത്രിക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ SATയിലെ കാര്യം പറഞ്ഞു, അവിടെ കണക്കുൾപ്പെടെയുള്ള വിവരങ്ങൾ റോഷിപ്പാലിന്റെ കയ്യിലുമുണ്ട്. നെയ്യാറ്റിൻകരയിലും ഇത് തന്നെയാണ് അവസ്ഥ സുജിയ എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് കൊണ്ടാണ് തുടർച്ചയായി നമ്മളിത് പ്രേക്ഷകരിലേക്ക് പറയുകയും ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ദിവസം തന്നെ 100-ലധികം ഗർഭിണികൾ വരുന്ന ഒരാശുപത്രിയാണ് നെയ്യാറ്റിൻകര ആശുപത്രി. അവിടെയും സ്കാനിംഗ് സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ആറ്റിങ്ങലിലെയും അവസ്ഥ. ആറ്റിങ്ങൽ സർക്കാർ ആശുപത്രിയിലും, ഇതെല്ലാം ജില്ലാ ആശുപത്രി നിലവാരമുള്ള ആശുപത്രികളാണ് സുജിയ. ആറ്റിങ്ങലിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും സ്കാനിംഗ് സൗകര്യമില്ല. പുറത്തുള്ള സ്വകാര്യ ലാബുമായുള്ള ഒരു എഗ്രിമെന്റ് 3 എണ്ണം മാത്രമാണ് അത് എടുക്കാനും കഴിയുക. ഇങ്ങനെ സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ ദുരിതത്തിലാവുന്നത് ഈ സാധാരണക്കാരായ രോഗികളാണ് എന്നുള്ളതാണ്. സമ്പത്തുള്ളവർക്കും അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ളവർക്കും ഇഷ്ടം പോലെ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ചികിത്സയൊക്കെ എടുക്കാം. പക്ഷേ പാവങ്ങളുടെ ഒരു ആശ്രയം ഇത് മാത്രമാണ്. അങ്ങനെ ഒരു ആശ്രയത്തിലേക്ക് ഇവർക്ക് പോകണമെങ്കിൽ അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയേ മതിയാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ സ്കാനിംഗ് മെഷീൻ ഉള്ള സ്ഥലത്ത് ഒരു ഡോക്ടറെ കൂടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ അത് വലിയ സഹായമാവും രോഗികൾക്ക്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റിങ്ങലായാലും നെടുമങ്ങാടായാലും നെയ്യാറ്റിൻകരയായാലും അവിടെ സ്കാനിംഗ് സൗകര്യം ഒന്നുമില്ല. പക്ഷേ ബാക്കി എല്ലാ സൗകര്യങ്ങളും സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന പ്രസവ മുറികളും ഡോക്ടർമാരും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു സൗകര്യക്കുറവ് അത് രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സുജിയ. ഓക്കെ, TV പ്രസാദാണ് തലസ്ഥാനത്തെ അവസ്ഥ വിവരിച്ചത്. നമുക്കൊന്ന് മലബാറിലേക്ക് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് MRI സ്കാനർ തകരാറിലായിട്ട് 7 മാസം. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ അത്യാഹിത വിഭാഗത്തിലെത്തി സ്കാൻ ചെയ്യണം. യൂറോളജി, നെഫ്രോളജി, ന്യൂറോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് സ്കാനിങ്ങിന് അത്യാഹിത വിഭാഗത്തിലെത്തണം. OPയിൽ നിന്നുള്ള രോഗികൾക്ക് 15 ദിവസം കഴിഞ്ഞുള്ള തീയതിയാണ് MRI വിഭാഗത്തിൽ നിന്ന് നൽകുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. മലബാറിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സാഹചര്യം എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതിനായി, അവിടെ സ്കാനിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർദ്ദേശിക്കുന്ന തീയതിക്കും വളരെ മുൻപ് തന്നെ കാത്തിരിപ്പ് തുടങ്ങേണ്ടിയിരിക്കുന്നു. എത്ര ദിവസങ്ങൾ കാത്തിരിക്കണം ഒരു ഡേറ്റ് കിട്ടാൻ, ദീപക്?
സുജയ, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിന്റെ, അതായത് PMSSY പ്രകാരം ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്യുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഷ്വാലിറ്റി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുൻവശത്താണ്. നമുക്ക് കാണാം, വളരെ സജീവമായിക്കൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ 2 MRI മെഷീനുകളാണ് പ്രധാനമായും ഇവിടെ അത്യാഹിത വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നത്. അതിലൊന്ന് ഈ HLL-ന്റെ കീഴിൽ, പൊതുമേഖലാ സ്ഥാപനമായ HLL-ന്റെ കീഴിൽ വരുന്നതാണ്. മറ്റൊന്ന് HDS-ന് കീഴിൽ വരുന്നതായിരുന്നു. ആ മെഷീന്റെ കാലാവധിയാണ് കഴിഞ്ഞിരിക്കുന്നത്. അതോടുകൂടിയാണ് ആളുകൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു MRI സ്കാനിങ്ങിന് എത്തുന്ന ആൾക്ക് ഏതാണ്ട് 15 ദിവസത്തോളം, അത് OP-യിൽ നിന്നാണെങ്കിൽ 15 ദിവസത്തോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം. അതിനപ്പുറത്ത് അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് കൂടി ഈ ഒരു സേവനം ലഭ്യമാക്കണമെങ്കിൽ ഈ നമ്മൾ കാണുന്ന ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ യൂറോളജി, നെഫ്രോളജി തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി, രോഗികളെ കൂടി ഇവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരക്കുകളിലേക്ക് അത് പോവുകയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ അകത്തളത്തിലേക്ക് പോകാൻ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിൽ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് മാത്രം പോകേണ്ടി വരുന്നത്. 2ാം നിലയിലാണ് നിലവിൽ MRIയുടെ പ്രവർത്തനം നടക്കേണ്ടത്. പക്ഷേ അത് ഒരു മെഷീൻ പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് ഉള്ളത് എന്ന് പറയേണ്ടി വരും. CT സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും അത്തരത്തിൽ തന്നെയുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പലരെയും മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് റെഫർ ചെയ്യുകയും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെത്തി അവർക്ക് സേവനം നൽകേണ്ട അവസ്ഥയും വരുന്ന സാഹചര്യവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വലിയ തിരക്കിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. പലർക്കും ഒരു അത്യാഹിത വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റിസൾട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ അതിന് പുറത്തുപോയി സ്വകാര്യ ആശുപത്രിയെ അല്ലെങ്കിൽ സ്വകാര്യ ലാബുകളെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മാതൃശിശു സംരക്ഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ MRI മെഷീൻ പെട്ടെന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കും. അതിനുള്ള പ്രാരംഭിക നടപടികൾ ആരംഭിച്ചു എന്നുള്ള കാര്യം അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് പ്രത്യേകിച്ച് വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള രോഗികൾ ആശ്രയിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ മെഷീനിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിൽ സജ്ജമാക്കാൻ ഇപ്പോഴും കാലതാമസം നേരിടുന്നത് എന്നുള്ള പ്രശ്നമാണ് പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് പറയാനും സാധിക്കുക. ഓക്കെ, ദീപക് മലയമ്മയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി ഈ ചർച്ചകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയത് ആലപ്പുഴയിലെ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലുണ്ടായ സംഭവമാണ്. അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്നതുകൂടി നമുക്ക് നോക്കാം. സ്കാനിംഗ് യന്ത്രം ഉണ്ടെങ്കിലും ജീവനക്കാരില്ല, അതാണ് അവസ്ഥ. ഇന്നലെ ഈ വിഷയം നമ്മൾ ചൂണ്ടിക്കാണിച്ച ശേഷം എന്തെങ്കിലും അടിയന്തര നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. റേഡിയോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് പലതവണ ആശുപത്രി അധികൃതർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. SS ശരത്ത് വീണ്ടും എത്തുന്നു. ശരത്ത്, അവിടെ ഒരു സ്കാനിംഗ് യന്ത്രം വരുമോ? എന്തെങ്കിലും നടപടിയാകുന്നുണ്ടോ? സുജിയ, ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കടപ്പുറത്തെ WNC ആശുപത്രി. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉപകാരപ്പെടാമാകാത്ത രീതിയിൽ നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതായത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രി തന്നെയാണ് ഈ WNC ആശുപത്രി. കഴിഞ്ഞ മാസം മാത്രം 130 പ്രസവം നടന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഈ സ്കാനിംഗ് മെഷീൻ, അതായത് അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ എന്ന സംവിധാനം ലക്ഷങ്ങൾ മുടക്കി അത്തരം സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ജീവനക്കാരില്ല, അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റുകളുടെ നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആശുപത്രി തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിനെ ഇക്കാര്യം അറിയിച്ചതാണ് ഇത്തരമൊരു നിയമനം നടത്തണമെന്നുള്ളത്. പക്ഷേ അത്തരമൊരു തസ്തിക പോലും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ പലതവണ ഇവർ ഇത്തരത്തിൽ താൽക്കാലിക നിയമനത്തിനുൾപ്പെടെ NHM വഴി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതും നടന്നില്ല. ഈ ലക്ഷങ്ങൾ മുടക്കിയ സ്കാനിംഗ് സംവിധാനം ഉൾപ്പെടെ ആർക്കും ഉപകാരപ്രദമാകാത്ത രീതിയിൽ നശിച്ചു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഗർഭിണികൾ ഉൾപ്പെടെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇങ്ങനെ സ്വകാര്യ ലാബുകളെ ആശ്രയിച്ചതാണ് കഴിഞ്ഞ ദിവസം ഇത്തരമൊരു അസാധാരണ വൈകല്യം ഒരു കുട്ടിക്ക്, ആ രീതിയിൽ കുട്ടി ജനിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. കാരണം ഈ സ്വകാര്യ ലാബുകളിൽ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ അവർ വേറെ കാര്യക്ഷമമായ രീതിയിൽ കൊണ്ടുപോകുന്നില്ല. മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്താൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന പരാതി. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നിട്ട് പോലും നിയമനം നടത്താനൊന്നും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ എന്തായാലും ഈ സ്കാനിംഗ് സംവിധാനം ആർക്കും ഉപകാരപ്രദമാകാത്ത രീതിയിൽ ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ ഒരു റേഡിയോളജിസ്റ്റുകളുടെ നിയമനം നടത്തി ഈ സ്കാനിംഗ് സംവിധാനം ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് നാട്ടുകാരും ഈ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളുമൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയാണ്, വനിതാ ശിശു ആശുപത്രിയാണ് ഈ WNC ആശുപത്രി. അതാണ് ആ ആശുപത്രിയിലാണ് ഇത്രയും
ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. ലക്ഷങ്ങൾ മുടക്കിയാണ്. അതായത് നമുക്കറിയാം അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്ന് പറയുന്നത് വലിയ ലക്ഷങ്ങൾ 10 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സംവിധാനമാണ്. പക്ഷേ ആ സംവിധാനം ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാൻ കഴിയാതെ അത് നശിച്ചു പോകുന്നു എന്നുള്ളത് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. സുജയ, വ്യക്തമാണ്. ശരത് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ മറ്റിടങ്ങളിലും പരിശോധന നടത്തുമ്പോൾ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾക്ക് വളമാകുന്നുണ്ട് എന്നത് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞു.